ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ബാച്ചർമേറിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൂടെ 6 വ്യക്തികളുണ്ട്. ജിയോ ചേട്ടനുണ്ട്, വൈഫുണ്ട്, ചേച്ചിയുണ്ട്, റിതിൻ ചേട്ടനുണ്ട്, ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. റോസ് ചേച്ചി ഉണ്ട്. അമീഷ ചേച്ചി പേര് പറഞ്ഞില്ല. ഇല്ലീഗലാണ്, പല്ല് ചേച്ചിട്ടില്ല, പക്ഷെ കുട്ടിക്കൊരു കുറവില്ല. പല്ല് ചേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പക്ഷേ ലിപ്സ്റ്റിക് മേക്കപ്പിന് ഒട്ടും കുറവില്ല ഗൈസ്. കണ്ട് നിങ്ങൾക്ക് അറിയാലോ, സ്വീങ്കം വെച്ച എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പല്ല് വെച്ചിട്ടുണ്ട്, ഞാൻ നീച്ച് പോയാണ്. എനിക്ക് കുറച്ച് കഫൊക്കെ ഉണ്ട്, അതുകൊണ്ട് പയ്യെ സൈഡിൽ ഇരിക്കുന്നു. ബൈ ബൈ. നമുക്കൊരു പന്ത് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൺട്രി സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻലി അതൊരു കൺട്രി സൈഡാണ് ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഭയങ്കര വൈബായിട്ട് എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കണ്ടില്ലേ, ലോങ് വീക്കെൻഡിൻ്റെ സന്തോഷമാണത്. അത് ഇനി ഈ സ്പോട്ട് കണ്ടപ്പോഴത്തേക്കും നമ്മളൊന്ന് വണ്ടി ചവിട്ടിയായിരുന്നു. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറി. നല്ല ക്യൂട്ടായിട്ട് ഉള്ള ഷീപ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഷീപ്സിനെയൊക്കെ തൊട്ടു. അങ്ങനെ സോ നമ്മളിപ്പോൾ കറൻ്റ്ലി ബട്ടർമേറിലാണ്. സോ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾസോ ഇന്ന് നല്ല സണ്ണിയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹുഡി എടുത്ത് മാറ്റിയായിരുന്നു. സോ അങ്ങനെ ആ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് കുറച്ച് ഷീപ്സൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് വ്യൂ, മലയും ലേക്കും എല്ലാം കൂടെ ഉള്ളൊരു അടിപൊളിയൊരു വ്യൂ ആയിരുന്നു. അത് ഞാൻ ദേ ബബിളൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലെ ബബിള് യൂസ് ചെയ്യാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. ശരിക്കും സ്റ്റോപ്പ് ഇതല്ലായിരുന്നു, നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി നിർത്തിയതാണ്. അവിടെ നിന്ന് ഒരു 2 minutes ഉണ്ടായുള്ളൂ. അങ്ങനെ നമ്മൾ എത്തിയത് ആ സ്പോട്ടിലായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഫുൾ വെള്ളവും, ഓഫ് കോഴ്സ് അത് ലേക്കാണല്ലോ, അപ്പോൾ വെള്ളം എന്തായാലും കാണുമല്ലോ. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ട്രക്ക് ചെയ്യുവാണ്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ നടക്കുവാണ്. എല്ലാവരും ഇങ്ങനെ ആടിപ്പാടി വ്യൂ ഒക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് അവിടെ കുറേ പേര് ഗ്രില്ല് ചെയ്യുന്നു. വെതർ നല്ലതായതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ചില്ല് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ പേര് വന്ന് ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, പിക്നിക്, അങ്ങനെ എല്ലാം സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ഒരു കുട്ടി പിക്നിക് സെറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ചങ്ങ് സെറ്റ് ചെയ്ത്. ഒറ്റപ്പെട്ടു പോണ താറാവ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു ഗെയിം കളിക്കാനുള്ള സെറ്റപ്പിലാണ്. ഫുട്ബോൾ വെച്ചാണ് ഗെയിം കളിക്കുന്നത്. മങ്കി ഗെയിം എന്നാണ് ഇതിൻ്റെ പേര്. മങ്കി കളിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ സർക്കിളിൽ നിന്നിട്ട് നടുക്ക് നിൽക്കുന്ന ആൾ ക്യാച്ച് ചെയ്യുമ്പോൾ, ബോൾ പാസ് ചെയ്യുമ്പോൾ, അതാണ് ഗെയിം. സോ ഞാനങ്ങനെ കുറച്ചധികം നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല ഈ കളി, ഞാൻ ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. ഞാനങ്ങനെയാണെങ്കിൽ കുറേ ഓടിയും ചാടിയൊക്കെ നടക്കുന്നുണ്ട്. ബോളൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അതോടെ കളി അങ്ങനെ അവസാനിപ്പിച്ച്. ഇപ്പം എത്ര മണിയായെന്ന് അറിയോ ഗുയിസ്? ഇപ്പം എത്ര മണിയായി? 10:05. 5:10. എന്നിട്ടും ആ വെളിച്ചം നോക്കൂ ഗുയിസ്. എന്താ പറയാനുള്ളത്? സൂപ്പർ, അടിപൊളി.
എനിക്ക് എൻ്റെ ബിസി ലൈഫിൽ നിന്ന് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതിന് പറ്റിയൊരു ട്രിപ്പ് തന്നെയായിരുന്നത്. വലിയ റഷൊന്നും ഇല്ലാണ്ട് പയ്യെ ചില്ലൊക്കെ ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലേക്കൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ കുറച്ച് പീസ്ഫുള്ളായി റിലാക്സ്ഡായിട്ട് ഇരുന്നാണ് ഞാൻ എൻ്റെ ഡേ അവസാനിപ്പിച്ചത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.